ഹായ് മകളെ, നിങ്ങളൊരു 10ാം ക്ലാസ്സിലേക്ക് എത്താൻ പോകുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. കാരണം ഇതിൽ 2 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ മിഠായി കവർ കണ്ടോ? ഈ മിഠായി ഞാൻ ഇങ്ങനെ വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് പൊട്ടിച്ചിട്ട് അതിൽ നിന്നുള്ള സാധനം ഞാൻ കഴിച്ചാലേ ആ മിഠായിനെ കൊണ്ട് കാര്യമുള്ളൂ അല്ലേ? ഇതേപോലെ നിങ്ങളോടൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും, ഇവൻ പഠിക്കാൻ നല്ല മിടുക്കനാണ്, പക്ഷെ പഠിക്കൂല. നിങ്ങൾ കേട്ട ഡയലോഗല്ലേ? സ്ഥിരമായിട്ട് എല്ലാ കുട്ടികളും പ്രോഗ്രസ് റിപ്പോർട്ടിന് പോകുന്ന സമയത്ത് അച്ഛനമ്മമാരുടെ മുന്നിൽ വെച്ചിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗാണിത്. പക്ഷെ പഠിക്കൂല, കഴിവുണ്ടെന്ന്. അങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിച്ചാൽ മാത്രമേ അതിനെക്കൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. 10ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നേരിടാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തത് പ്രഷറാണ്. അതായത് വീട്ടിൽ നിന്ന് പഠിക്കും മോൻ ഇപ്പോൾ 10ാം ക്ലാസ്സിലല്ലേ, കല്യാണം വീട്ടിൽ ഈ 10ാം ക്ലാസ്സിലായിട്ട് ഇവിടെ ഇരിക്കുക, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വരും. ട്യൂഷന് പോയില്ല 10ാം ക്ലാസ്സിലായിട്ട്. പിന്നെ അടുത്ത ഏറ്റവും വലിയ പ്രശ്നം, നമ്മളെ വീട്ടിലേതെങ്കിലും പഠിക്കുന്ന ഏട്ടത്തിമാരോ ഏട്ടന്മാരോ ഉണ്ടെങ്കിൽ തീർന്ന്. ഇനി ഓളെ കണ്ടു നോക്ക്, ഓളൊക്കെ എങ്ങനെയായിരുന്നു റിസൾട്ട് വാങ്ങിയത്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്ന ഒരു വർഷമാണ് നമ്മുടെ 10ാം ക്ലാസ്. പക്ഷേ നിങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ പ്രഷറിലൂടെ പഠിക്കേണ്ട ആൾക്കാരാണോ നിങ്ങൾ? വളരെ കൂളായിട്ട് സമാധാനത്തിൽ പഠിക്കേണ്ട ആൾക്കാരല്ലേ? അങ്ങനെ സമാധാനത്തിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+, 10ാം ക്ലാസ്സിൽ എത്തിയാൽ നിങ്ങളുടെ ആഗ്രഹം എന്തെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഞാൻ നിങ്ങളോട് പറയുന്ന ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. പതിയെ തിന്നാ പനയും തിന്നാക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എല്ലാ ദിവസവും നിങ്ങൾക്ക് മെയിനായിട്ട് പല സബ്ജക്റ്റിൻ്റെയും പ്രശ്നങ്ങൾ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, അസ്ത്ര ബാച്ചിൻ്റെ ആദ്യ ബാച്ച് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഈ പറയുന്ന ഈ ബേസിക് ക്ലാസ്സുകളൊക്കെ വളരെ ഈസി ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് നിങ്ങൾക്ക് 14 ദിവസത്തോളം ഉണ്ട്, അത് ഈ വെക്കേഷനിൽ തന്നെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടി യൂസ് ചെയ്യുക. ഇനി എന്തിനാണ് അസ്ത്ര ബാച്ച്? എല്ലാ ചാപ്റ്ററുകളും ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് വർക്ക്ഷീറ്റോടുകൂടി, ഇൻസ്റ്റാളറിനോടുകൂടി, മൈൻഡ് മാപ്പോടുകൂടി. അതായത് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നാൽ അത് നമ്മൾ ഈ പഠിപ്പിച്ചതെന്നല്ലാത്തൊരു ചോദ്യം വരില്ല, അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ അസ്ത്ര ബാച്ചിൽ നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കുട്ടികളോട് ആരോട് വേണമെങ്കിലും ചോദിക്കാം. ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുന്ന ഏതൊരു കുട്ടിനോടും അസ്ത്ര ബാച്ചിനെ പറ്റി ചോദിച്ചാൽ പോസിറ്റീവ് അല്ലാത്ത ഒരു ഡയലോഗ് പോലും അവർക്ക് പറയാനുണ്ടാവില്ല. ഇനി ആരെങ്കിലുമൊക്കെ നെഗറ്റീവ് പറഞ്ഞ് നിങ്ങൾ കേട്ടാൽ ഉറപ്പിച്ചോ, അവർ ക്ലാസ് കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അത്രയധികം അടിപൊളിയുള്ള ടീച്ചേഴ്സ്, അത്രയധികം അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ സമയത്തൊന്നും ബാധിക്കാത്ത രീതിയിൽ, അതായത് നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂൾ പോകാം. ഇനി ഈ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നിങ്ങൾക്കൊരു കല്യാണത്തിനോട് പോയിക്കോ, ഒരു കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് വന്നിട്ട് കണ്ടാൽ മതി. ഞായറാഴ്ചകളിലൊക്കെ ചിലപ്പോൾ പകൽ ക്ലാസ് ഉണ്ടാവും, കുഴപ്പമില്ല, നിങ്ങൾ അന്ന് നിങ്ങൾക്ക് കല്യാണത്തിന് പോയിക്കോ, യാതൊരു സംശയമില്ല. നിങ്ങൾ കളിക്കാൻ പോകണോ, പോയിക്കോ. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ക്ലാസ്സുകൾ റെക്കോർഡറായിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഡൗട്ടുകൾ ചോദിക്കാം, അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ബാച്ച് ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്, അത്രയും അടുത്ത ഡേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഓഫറോട് കൂടിയുള്ള അവസരം കൂടിയാണ്. ഇൻഫിനിറ്റി ബാച്ചാണ് ഏറ്റവും നല്ലത്. എന്താണ് ഇൻഫിനിറ്റി പ്ലാൻ, അതോടൊപ്പം എൻ്റെ ബേസ് പ്ലാൻ എന്നൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഫുബു സാർ പറഞ്ഞിട്ട് വിളിച്ചാണ് പറഞ്ഞ വേണമെങ്കിൽ. ഇറ്റ്സ് മി ഷാഹിദ് റംസാൻ പ്രസൈലി.